ഇന്നിപ്പോൾ നമ്മുടെ മീൻകാരൻ ചേട്ടൻ്റെ കൂക്കൽക്കായിട്ട് പോയി നോക്കുമ്പോൾ ചെമ്മീൻ മാത്രമേ ഉണ്ടായില്ല കേട്ടോ. ചെമ്മീൻ കിട്ടിക്കഴിഞ്ഞാൽ രണ്ടുപേർക്കും ഭയങ്കര സന്തോഷമാണ്. മുള്ളൊന്നുമില്ലാതെ എളുപ്പത്തിലെടുത്ത് കഴിക്കാമല്ലോ. അങ്ങനെ 1/2 കിലോ ചെമ്മീൻ എടുത്ത് കഴുകി വൃത്തിയാക്കി ചട്ടിയിലോട്ട് അങ്ങ് ഇട്ട് കൊടുത്തതിന് ശേഷം ഉപ്പും പിന്നെ ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ഒരു സൈഡിലോട്ട് അങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട്. കുറച്ച് നേരം ഇതവിടെ കിടക്കട്ടെ കേട്ടോ. ഇനിയിപ്പോൾ ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി എടുത്ത് പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം 1 കപ്പ് വെള്ളം ഒഴിച്ച് പുളി കുതിരാനായിട്ട് അതും അങ്ങ് മാറ്റി വെക്കുക. ഇനി പാൻ എടുത്ത് അടുപ്പിൽ വെച്ചോളൂ. അതിലോട്ട് ഞാനിത് 2 പിടി തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 3-4 ചെറിയുള്ളി എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. പിന്നെ 2 തണ്ട് കറിവേപ്പിലൂടെ ഇട്ട് കൊടുത്ത് തേങ്ങ നല്ലോണം ഒന്ന് വറുത്തെടുക്കണം. എണ്ണയൊന്നും ചേർക്കുന്നില്ല കേട്ടോ. തേങ്ങ മാത്രമായിട്ട് വറുത്തെടുത്ത് ഇതുപോലെ നല്ലോണം കളറൊക്കെ മാറി വരുന്ന സമയത്ത് പൊടികൾ ചേർക്കാം. 1 സ്പൂൺ മല്ലിപ്പൊടിയും 1.5 സ്പൂൺ മുളക് പൊടിയോടെ ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ആ പൊടികളുടെ സ്മെല്ലൊക്കെ നല്ലോണം ഒന്ന് മാറി കിട്ടണം. ഒരു ലോ ഫയറിലിട്ട് വറുത്തെടുത്താൽ മതി. ഇനി ഇത് തണുക്കാനായിട്ട് മാറ്റി വെച്ചോളൂ. ചട്ടിയെടുത്ത് അടുപ്പിൽ വെക്കുക. അതിലോട്ട് ഞാനിത് 3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് 1/2 സ്പൂൺ കടുക് ഇട്ട് ഇതുപോലെ പൊട്ടി വരുന്ന സമയത്ത് 2 തണ്ട് കറിവേപ്പിലൂടെ അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 10-12ഓളം ചെറിയുള്ളി എടുത്ത് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. പിന്നെ 2 പച്ചമുളക് കൂടെ ചേർത്ത് ഇത് നല്ലോണം ഇളക്കി ചെറിയുള്ളിയൊക്കെ നല്ലോണം ഒന്ന് വാടിക്കിട്ടണേ. അപ്പോൾ നമ്മൾ ഉള്ളിയൊക്കെ ഇതുപോലെ നല്ലോണം ഒന്ന് വാടിക്കിട്ടി വരുന്ന സമയത്ത് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ 2 മീഡിയം സൈസുള്ള തക്കാളി എടുത്ത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതും ഇട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാനിതിലോട്ട് നമ്മുടെ ചെമ്മീൻ കൂടെ മുഴുവനായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെമ്മീൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിലോട്ട് നമ്മൾ കുതിരാനായിട്ട് വെച്ചേക്കുന്ന പുളി ഉണ്ടല്ലോ, അത് ഇതുപോലെ അരിച്ചങ്ങ് ചേർക്കുന്നുണ്ട്. അപ്പോൾ പുളിവെള്ളവും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം മൂടി വെച്ച് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മളിത് വെന്ത് വരുന്ന സമയം കൊണ്ട് തന്നെ തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. വെള്ളമൊന്നും ചേർക്കാതെയാണ് തേങ്ങ അരച്ചെടുത്തിട്ടുള്ളത്. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ആ ഒരു കളർ കിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തേങ്ങ മാത്രമായിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ തേങ്ങ കൂടെ ചേർത്ത് ഇതുപോലെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം 1 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ അങ്ങ് ചേർത്തോളൂ. ഉപ്പ് കൂടെ ചേർത്തോട്ട് ഇതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് നേരം അങ്ങ് മൂടി വെക്കാം. അപ്പോൾ മൂടി വെച്ച് ഒരു 10-15 മിനിറ്റൊക്കെ ഒരു ലോ ഫയറിലിട്ട് ഞാനിതുപോലെ മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ നമ്മുടെ കറി ഇത് നല്ലോണം ഒന്ന് കുറുകി ഈ ഒരു പാകത്തിലായി വന്നിട്ടുണ്ടാവും. ഇനിയിപ്പോൾ കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ സംഭവം അങ്ങ് റെഡി ആക്കി കിട്ടിയിട്ട് ചട്ടിയിലായതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഇത് തണുത്ത് വരുന്ന സമയത്ത് കുറച്ചുകൂടെ അങ്ങ് കുറുകി വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ കറിയൊക്കെ നല്ലോണം ഒന്ന് കുറുകി എണ്ണയൊക്കെ മുകളിൽ തെളിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചെമ്മീനൊക്കെ നമ്മൾ പല രീതിയിൽ വെക്കാറുണ്ടാവും അല്ലേ. എന്നാൽ ഒരു തവണയെങ്കിലും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ്. ദോശയുടെയും ചോറിൻ്റെയും ചപ്പാത്തിയുടെയും എല്ലാത്തിൻ്റെ കൂടെയും നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ കൃഷ്ണ അബ്യൂ എന്നുള്ള നമ്മുടെ ഈ ഒരു പേജ് നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ഫോളോ കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ കുറച്ച് ചെമ്മീനുള്ള ഞാനിതുപോലെ ഫ്രൈ ചെയ്തുകൂടെ അടിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമ്മുടെ മേതുവാക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ ട്രൈ ചെയ്തിട്ടില്ലാത്തവരെ ട്രൈ ചെയ്ത് നോക്കാം. മറ്റൊരു വീഡിയോ വീണ്ടും കാണുന്നത് വരെ ബൈ.